Good morning to all. നമ്മൾ ക്ലാസ് തുടങ്ങിയാണ്. അപ്പം നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് അല്ലെങ്കിൽ നമ്മൾ ഇന്ന് പുതിയൊരു മോഡ്യൂൾ തുടങ്ങിയാണ്. അത് ഒന്നാമത്തെ മോഡ്യൂളാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്കണോമിക്സിൻ്റെ ബേസിക് കോൺസെപ്റ്റ്സ് എന്താണെന്ന് പറയുന്നത് ഈ മോഡ്യൂളാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് എൻ്റെ വിശ്വാസം പ്രസൻറ്റേഷനെ. ഓക്കെ, സോ ഈ ബേസിക് കോൺസെപ്റ്റിനെ കുറിച്ചുള്ള ഈ മോഡ്യൂളിൽ വളരെ മൈക്രോ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, മൈക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, ഇൻഡിവിജ്വലിൻ്റെ കൺസംഷൻ, അതുപോലെ തന്നെ ഡിമാൻഡ്, സപ്ലൈ, നമ്മൾ ഇപ്പോഴും ഒത്തിരി കേട്ടിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റുകൾ നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ മാർക്കറ്റിനെ കുറിച്ചൊന്നും വലിയ ഭയങ്കരമായിട്ട് ഇതില്ല. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, ഒളിഗോപ്പൊളി, മൊണോപ്പൊളി എന്നൊക്കെ പറഞ്ഞ് പറയുന്നതായിരുന്നു. അങ്ങനെയുള്ള സംഭവങ്ങളില്ല. മറിച്ച് ഇൻഡിവിജ്വൽ കൺസ്യൂമറിൻ്റെ നിലവിൽ ആ ആംഗിളിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങളെ ഈ ബേസിക് കോൺസെപ്റ്റ്സിലുള്ളൂ. പിന്നെ അല്ലാതെ തൊട്ടടുത്തത് നാഷണൽ ഇൻകം മെത്തേഡ്, അത് ബേസിക്കലി മാക്രോ എക്കണോമിക്സ് ആണ്. അപ്പം ഇതാണ് നമുക്ക് പഠിക്കാനുള്ള ഈ മോഡ്യൂൾ 1. ഓക്കെ, സോ മോഡ്യൂൾ 1 ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം സിലബസിൽ എന്തൊക്കെയാണെന്ന് ശ്രദ്ധിക്കുക. അതിൻ്റെ ആ മോഡ്യൂളിൻ്റെ പേര് തന്നെ ബേസിക് കോൺസെപ്റ്റ്സ് എന്നാണ്. ഓക്കെ, സോ വാട്ട് ഓൾ അബൌട്ട് ദ ബേസിക് കോൺസെപ്റ്റ്. ദ ഫസ്റ്റ് ഈസ് ഇക്കണോമിക്സ്. വാട്ട് ഈസ് macroeconomics and what is microeconomics? Then there are two methods to understand economic theories. First is deduction method or deductive method or induction method. Okay, so this is the topic that right now we are going to discuss, and after that there is a basic economic problem. What are the different components of the basic economic problem? So that is, and there is high chance for us to ask an essay from this topic, that is basic economic problems. അപ്പോൾ അതും നമുക്ക് ഭയങ്കര ടഫായിട്ടുള്ളൊരു ടോപ്പിക്കൊന്നുമല്ല. നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന അല്പം ഡിസ്ക്രിപ്റ്റീവായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ബേസിക് ഇക്കണോമിക് പ്രോബ്ലം. കഴിഞ്ഞ എസ്സേയൊക്കെ ചോദിച്ചാൽ ദെൻ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഒരു ടൂളാട്ടോ. ഇക്കണോമിക്സിലെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഗ്രാഫുകളുണ്ട്, ഒത്തിരി ഡയഗ്രംസ് ഉണ്ട്. അപ്പോൾ ഡയഗ്രംസ് കൊണ്ടാണ് ഇക്കണോമിക് തിയറി എല്ലാം പറയുക. സാധാരണ ഞങ്ങൾ ഇക്കണോമിക്സ് പറയാറുണ്ടായത് 3 കാര്യങ്ങളിലൂടെ ഇക്കണോമിക്സിലെ കാര്യങ്ങൾ പറയാം. ഒന്ന് നമുക്ക് ചുമ്മാ ജസ്റ്റ് വേർഡ്സിലൂടെ പറയാം. അതാണ് നമ്മൾ കൂടുതലായിട്ടും കേരളത്തിലൊക്കെ ശ്രമിച്ചത്. ഇക്കണോമിക്സിലെല്ലാം വേർഡ്സിലൂടെ. പിന്നെ നമുക്ക് ഒത്തിരി ഭൂരിപക്ഷം കാര്യങ്ങളും നമുക്ക് ഡയഗ്രത്തിൽ കൂടെ പറയാം. ഫിഗേഴ്സ് ആൻഡ് ഡയഗ്രാം. ഓക്കെ, ഡയഗ്രാംസ്. അപ്പോൾ അങ്ങനെ നമുക്ക് പറയാം. അപ്പോൾ എങ്ങനെയാണ് ഓരോ തിയറിയൊക്കെ നമ്മൾ പറയുന്നതെന്നാൽ ഇക്കണോമിക്സിലെ തിയറിയൊക്കെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ലിറ്ററേച്ചറിലൊക്കെ ആണെങ്കിൽ അതിൻ്റേതായ വഴികളുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ വൊക്കാബുലറി, ദെൻ പ്രൊനൗൺസിയേഷൻ. അപ്പോൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ കൊമേഴ്സിലൊക്കെ ആണെങ്കിലും അക്കൗണ്ടിങ് മെത്തേഡുകളുണ്ട്. ഇവിടെ നമുക്ക് തിയറി പഠിക്കാൻ അല്ലെങ്കിൽ ഇക്കണോമിക്സിലെ കാര്യങ്ങൾ പഠിക്കാൻ വേർഡ്സിലൂടെ ഇങ്ങനെ പറയും, അതിന് ഡയഗ്രത്തിലൂടെ പറയും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അതല്ല, ശരിക്കും മാത്തമാറ്റിക്കൽ ഇക്വേഷൻസിലൂടെയാണ് എക്കണോമിക്സ് പഠിക്കേണ്ടത്. അപ്പം തേർഡാണ് ഏറ്റവും പവർഫുൾ. പക്ഷേ നമ്മളിവിടെ അതങ്ങനെ നമുക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ 3 മെത്തേഡുകളും ഇൻ്റർചേഞ്ചബിളായിട്ട് ഇക്കണോമിക് തിയറികളൊക്കെ പഠിക്കും. അപ്പോൾ അതിൽ ഒരു സ്ട്രോങ് ഡയഗ്രാം ഉള്ള ഒരു ടോപ്പിക്കാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കാർ എന്നുള്ള വാക്ക് അവിടെ വന്നു കഴിഞ്ഞു. ഓക്കെ, സോ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കാർ എന്ന് പറഞ്ഞൊരു ടൂളാണ്. ലൈക്ക് ഡിമാൻഡ് കാർ, സപ്ലൈ കാർ or some other cars or diagrams. This is a diagram which shows a beautiful theory. Then comes a utility എന്ന് പറഞ്ഞ വാക്കിനർത്ഥം നമുക്ക് ലിറ്ററൽ ആയിട്ട് അറിയാം. നമുക്കൊരു സംഭവം നമ്മൾ കഴിച്ചു കിട്ടും, നമുക്കതിൽ കിട്ടുന്ന അല്ലെങ്കിൽ ഉപയുക്തത എന്നാണ്. ഉപയുക്തത, സംതൃപ്തി എന്നൊക്കെ പല രീതിയിൽ യൂട്ടിലിറ്റി ഉണ്ട്. അപ്പോൾ യൂട്ടിലിറ്റി, ഉപയുക്തത എന്നൊക്കെ നമ്മൾ ഒരു പക്ഷേ ലിറ്ററൽ മീനിങ് മനസ്സിലാക്കി കാണും. അപ്പോൾ യൂട്ടിലിറ്റി കൺസ്യൂമറിന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ആംഗിളാണ് യൂട്ടിലിറ്റി നമ്മളിവിടെ കാണുന്നത്. ടോട്ടൽ ആൻഡ് മാർജിനൽ. അപ്പോൾ ഇവിടെയൊക്കെയാണ് എൻ്റെ പ്രശ്നം. യൂട്ടിലിറ്റി അളക്കുന്നത് ശരിക്കും ഡയഗ്രത്തിലൂടെയും മാത്തമാറ്റിക്കൽ ഇക്വേഷൻസിലൂടെയാണ്. നമ്മളിവിടെ ഡയഗ്രത്തിൽ നോക്കും, കാരണം മാത്തമാറ്റിക്സ് നമുക്ക് പറ്റുമല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ നമ്മളതിൻ്റെ ആവശ്യമൊന്നുമില്ല. സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചാൽ മതി. ടോട്ടൽ യൂട്ടിലിറ്റി എന്താണ്, മാർജിൻ യൂട്ടിലിറ്റി, അതിന് ഡയഗ്രാം ഒക്കെ ഇല്ലാതെ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ നമുക്ക് സാധാരണ ഇക്കണോമിക്സ് പഠിക്കുന്ന ലാംഗ്വേജ് ഇറ്റ്സ് എ ലാംഗ്വേജ് ഓഫ് ഡയഗ്രാം ആൻഡ് ഇക്വേഷൻസ്. അപ്പോൾ അത് നമ്മൾ ഇക്വേഷൻസ് ഒഴിവാക്കിയിട്ട് നമ്മൾ ഡയഗ്രാം ഉപയോഗിക്കും. ഓക്കെ, ദെൻ ദർ ഈസ് വാട്ട് വി ക്യാൻ സേ ലോ ഓഫ് ഡിമാൻഡ്. ഓക്കെ, അപ്പോൾ അതും നമുക്ക് ഒരു ഡയഗ്രമാണ്. പക്ഷേ ഡയഗ്രാം ഒത്തിരി കാര്യങ്ങൾ നമ്മളോട് പറയും, 2 സംഭവങ്ങൾ ആക്സിസ് തരുമ്പോൾ. ദെൻ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, അതിൽ തന്നെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി തന്നെ പല ടൈപ്പുകൾ. ലോ ഓഫ് സപ്ലൈ, ലോ ഓഫ് ഡിമാൻഡ് നമ്മൾ അടുത്ത് ബണ്ടിടിച്ച് കഴിഞ്ഞാൽ ലോ ഓഫ് സപ്ലൈ, അതുപോലെ നമ്മൾ ഓപ്പോസിറ്റ് പഠിക്കും. ദെൻ അപ്പോൾ അതെല്ലാം നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ മൈക്രോ എക്കണോമിക്സാണ്. A branch of economics which deals with individuals, firms and markets. നമ്മൾ സ്ഥിരം കേട്ടിട്ടുള്ള ഇന്ത്യൻ ഇക്കോണമിയെക്കുറിച്ച് അവിടെ പറയുന്നില്ല. Economy is an aggregate of all
individuals, firms and markets, So the economics which deals about the units is called microeconomics, and which type of units are covered under microeconomics? Actually, it is the individuals, firms and markets. On the other hand, the cumulative addition of these individuals, firms and markets, the economy itself, okay, economy itself. So we are studying, we'll study the problems, issues and solutions related to the entire economy under what we can say subject called a branch called microeconomics. Okay, so അങ്ങനെ മൈക്രോഎക്കണോമിക്സും മൈക്രോഎക്കണോമിക്സും നമ്മളിവിടെ എല്ലാം പറയുന്നത് മൈക്രോഎക്കണോമിക്സിനെ കുറിച്ച്. ഈ ബേസിക് ഇക്കണോമിക് പ്രോബ്ലം തൊട്ട് പ്രൈസ് ഇലാസ്റ്റിസിറ്റി, ലോ ഓഫ് സപ്ലൈ വരെയുള്ള എല്ലാം മൈക്രോ എക്കണോമിക്സാണ്. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ പിടികിട്ടും. എനി ഇക്കണോമിക് തിയറി, കോൺസെപ്റ്റ്സ്, or problem solutions, etc., that deals with the individual, the firms and the market, it comes under what we can say the microeconomics. Okay, on the other hand, that is microeconomics. Then what we can say, there is a macroeconomics which relates to entire economy or the world economy. So that topic related to national income, its meaning, components of national income, etc. വളരെ കുറച്ച് മാത്രമേ നമ്മളിവിടെ പഠിക്കേണ്ട കാര്യമുള്ളൂ. Okay, so this is the introductory module for us. Okay, this introductory module gives an idea about the basic concepts in economics. വളരെ ബേസിക് എന്ന് പോലും പറയാൻ പറ്റില്ല. ബേസിക് കോൺസെപ്റ്റിൽ സെലക്റ്റഡ് ആയിട്ടുള്ള ഒന്നൊരു കോൺസെപ്റ്റ് മാത്രം നമ്മൾ ഈ മോഡ്യൂളിൽ ഡിസ്കസ് ചെയ്ത് നമുക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ. ഓക്കെ, കമ്മിങ് ടു ദി ഫസ്റ്റ് ടോപ്പിക്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതാണ്, മൈക്രോ എക്കണോമിക്സും മൈക്രോ എക്കണോമിക്സും തമ്മിലുള്ള വ്യത്യാസം. സോ എവറിത്തിങ് ഈസ് ദർ ഇൻ ദോസ് ടു വേർഡ്സ്, മൈക്രോ ആൻഡ് വാട്ട് വി ക്യാൻ സേ മാക്രോ. അപ്പോൾ മൈക്രോ എന്ന് പറഞ്ഞാൽ സംതിങ് വെരി സ്മോൾ, മാക്രോ മീൻസ് ഇസ് ദ ഹോൾ ആസ്പെക്ട്സ്. അപ്പോൾ എൻ്റയർ ആസ്പെക്ട്സിനെ കുറിച്ച് പഠിക്കുന്നത് മാക്രോയും, ചെറിയതിനെ കുറിച്ച് പഠിക്കുന്നത് മൈക്രോ എന്ന് പറയും. അപ്പം ചെറുതെന്ന് പറഞ്ഞാൽ എത്രമാത്രം വലുതാണ് ചെറുത് എന്ന് നമ്മൾ പഠിക്കുമ്പം ഇൻഡിവിജ്വൽ ഏറ്റവും ചെറുതാണെന്ന് നമുക്കറിയാം. ഒരു ഇക്കോണമിയിൽ ഇൻഡിവിജ്വൽ ഏറ്റവും ചെറുതാണ്. പിന്നെ നമ്മൾ ഫേംസിനെ കുറിച്ച് പഠിക്കുമ്പോൾ അത് ഫേംസും ചെറുതാണ്, ഇൻഡിവിജ്വലിനേക്കാളും വലുതാണെന്നേ ഉള്ളൂ. മാർക്കറ്റ് മാക്രോയിലല്ല വരിക, മാർക്കറ്റ് നമ്മൾ പഠിക്കുന്ന മൈക്രോയിലാണ്. മാർക്കറ്റിനേക്കാളും വലുതാണല്ലോ, എല്ലാം ഒത്തിരി മാർക്കറ്റ് കൂടുന്നതാണല്ലോ ഇക്കോണമി. അപ്പോൾ ഇക്കോണമിയെക്കുറിച്ച് പഠിക്കുന്നതാണ് ഏത്, മാക്രോ. അപ്പോൾ നമ്മൾ മൈക്രോ എക്കണോമിക്സും മൈക്രോ എക്കണോമിക്സിലും തമ്മിലുള്ള വ്യത്യാസം, there are several angles from which you can differentiate both microeconomics and macroeconomics. But one simple way to understand the difference in both between these two areas of or branches of economics is that you should understand what type of units are studied under these two branches. So here you should understand the most important thing, that under microeconomics it is a subject which deals with what we can say the individuals. Okay, individuals. Then what we can say the firms, firms like Apple, firms like our Tata consultancy services, or firms like BPCL, so firms. Then our markets, the market like the agriculture market, what we can say, or the foreign exchange market, the stock market, or some other market like commodity market, so all such markets are studied under what we can say microeconomics. So microeconomics deals with three important units. It deals with the small units. Then how far small or how bigger is the small units is the individual comprises of microeconomic studies comprises of the individual, the firms and the market. Okay, whereas the one second, close here. Okay, so whereas the macroeconomics related to the entire economy. So some issues are related with the individual. അല്ലേ, നമുക്കറിയാം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താണ്, നമുക്ക് ചില സാധനങ്ങൾ ഇഷ്ടമാണ്, എനിക്കിഷ്ടമുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമില്ല. നമുക്ക് നമ്മുടെ കുട്ടികൾക്കിടയിൽ തന്നെ ഒരാൾക്ക് ഇഷ്ടമുള്ള വേറൊരാൾക്ക് ഇഷ്ടമില്ല. ആമസോൺ ഇഷ്ടമുള്ളവർക്ക് ഫ്ലിപ്കാർട്ട് ഇഷ്ടമില്ല. ബോത്ത് ആർ ഡൂയിങ് ലോട്ട് ഓഫ് ബിസിനസ്. ചിലർക്ക് ചായയാണ് ഇഷ്ടം, ചിലർക്ക് കോഫിയാണ് ഇഷ്ടം. So there are lot of taste and preference difference between among the consumers. കൺസ്യൂമറിൻ്റെ ടേസ്റ്റ്, കൺസ്യൂമറിൻ്റെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ കൺസ്യൂമറിനെ കുറിച്ചുള്ള സ്റ്റഡി അതാണെന്ന് ശരിക്കും പറയുകയാണെങ്കിൽ ഇൻഡിവിജ്വൽ കൺസ്യൂമറാണ് അല്ലേ. കൺസ്യൂമറായിട്ട് നമ്മളെല്ലാം കൺസ്യൂമറാണ്. നമ്മൾ എന്തുകൊണ്ട് ചില പ്രോഡക്റ്റുകൾ മേടിക്കുന്നു, മറ്റുള്ളവർ ഇഷ്ടപ്പെടാത്തത്, അതൊരു കൺഫ്യൂഷൻ അല്ലേ നമുക്ക്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് പ്രിഫറൻസ് ഡിഫറൻസ്, ചിലപ്പോൾ നമ്മുടെ ഇൻകം വ്യത്യാസം ഉണ്ടായിരിക്കും, ചിലപ്പോൾ നമ്മൾ സം അതർ പീപ്പിൾ നമുക്ക് അഡ്വൈസ് ചെയ്താണ്, ചിലപ്പോൾ നമുക്ക് അഡ്വർടൈസിങ് നമ്മളെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്താണ്. സോ ദർ ആർ ലോട്ട് ഓഫ് ഇഷ്യൂസ് അഡ്വർടൈസിങ്, ലോട്ട് ഓഫ് ഇഷ്യൂസ് ദാറ്റ് ഇൻഫ്ലുവൻസസ് ദ ബിഹേവിയർ ഓഫ് ദി കൺസ്യൂമർ. ബിഹേവിയറൽ ഫൈനാൻസ് എന്ന് പറഞ്ഞ ടോപ്പിക് ഉണ്ട്, കൺസ്യൂമർ ബിഹേവിയറിനെ കുറിച്ചുള്ള സ്റ്റഡികളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ ഒരു പക്ഷേ അറിഞ്ഞാണ് ഗവൺമെൻറ് പുതിയ കോഴ്സൊക്കെ അനുവദിക്കാൻ പോവാം.
അത് ന്യൂ ജനറേഷൻ കോഴ്സ് എന്നാണ്. അപ്പോഴത്തേക്കും നമ്മളെല്ലാം ഓൾഡ് ജനറേഷനാണ്. ഞാനും നിങ്ങളും ഒന്നും എല്ലാം ഒരേ പാറ്റേണിൽ പഠിച്ചു വന്നവരാണ്. നമ്മളൊന്നും വ്യത്യാസമൊന്നുമില്ല. നമ്മളെല്ലാം ഒരേ, ഇപ്പോൾ ഒന്നെങ്കിൽ ഇക്കണോമിക്സ്, ഇംഗ്ലീഷ്, കോമേഴ്സ്, ഞാൻ കേട്ട കോഴ്സൊക്കെ തന്നെയാണ് നിങ്ങളും കേട്ടിട്ടുള്ളത്. അപ്പോൾ പക്ഷേ നേരെ തിരിച്ച് ഇനി വരാൻ പോകുന്ന തലമുറ അങ്ങനെയല്ല. ഗവൺമെൻറ് ഇപ്പോൾ ഉദാഹരണം നമ്മൾ യൂറോപ്പിലൊക്കെ പഠിക്കുകയാണെങ്കിലുള്ള എന്താണ് ബിഹേവിയറൽ ഇക്കണോമിക്സ് അങ്ങനെയാണ്. പിന്നെ ഡാറ്റ മാനേജ്മെൻറ്റ്, എല്ലായിടത്തും ഡാറ്റയല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് അറിയാമല്ലോ ഡാറ്റ ഈസ് ഹെവിലി ഇൻഫ്ലുവൻസിങ് ഈസ്. അപ്പം നമ്മളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ആരുടെയിലുണ്ടോ? ആമസോണിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ആമസോണിലുണ്ട്. അപ്പോൾ ഡാറ്റ ഈസ് ദ ഓയിൽ നൗ, ഈസ് ദ ഗോൾഡ് നൗ എന്നൊക്കെ പറയാറുണ്ട്. നമ്മൾ പഠിക്കാനുള്ള സബ്ജക്റ്റൊക്കെ ഇനി അതിനെക്കുറിച്ചാണ്, നമ്മളല്ല, നമുക്ക് വരുന്ന തലമുറ. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ അറിയാം, ഈ കൺസ്യൂമർ എന്ന് പറയുന്നത് അത്രയും പ്രധാനപ്പെട്ട, കൺസ്യൂമറിനെ കുറിച്ച് പഠിക്കുന്ന എക്കണോമിക്സ് ഉണ്ട്, കൺസ്യൂമർ ഇക്കണോമിക്സിനെ കുറിച്ച്. അതുപോലെ തന്നെ ഇംഗ്ലീഷിലും കൊമേഴ്സിലും മലയാളത്തിലൊക്കെ ഉണ്ട് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. മലയാളത്തിനും പ്രാധാന്യമുണ്ട് പുതിയ വിദ്യാഭ്യാസ പോളിസി. ഞാൻ പറഞ്ഞ എല്ലാ സബ്ജക്റ്റും ഇൻക്ലൂഡിങ് ഫിസിക്സ്, കെമിസ്ട്രി, ഓൾ സബ്ജക്ട്സ് ആർ ഗോയിങ് ടു ചേഞ്ച് their face in 10 years. Definitely that change will take place. So what we can say, we are referring about the brand called consumer economics, or the economics that relate with consumer. Okay, so അതെല്ലാം മൈക്രോ എക്കണോമിക്സിലാണ് വരുന്നത്. നമ്മൾ മൈക്രോ എക്കണോമിക്സും മൈക്രോ എക്കണോമിക്സും തമ്മിലുള്ള ഡിഫറൻസ് ആരെക്കുറിച്ചാണ് പഠിക്കുന്നത് എന്ന ബേസിൽ നമ്മൾ കണ്ടു. ഓക്കെ, നമ്മൾ ആ ടേബിൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് നോക്കാവേ. ആ പാരഗ്രാഫിൽ തുടക്കം ഡെഫിനിഷൻ തൊട്ട് മൈക്രോ എക്കണോമിക്സ് ആൻഡ് മൈക്രോ എക്കണോമിക്സ് ആർ ദി ടു മേജർ ബ്രാഞ്ചസ് ഓഫ് എക്കണോമിക്സ്. Okay, there are a lot of branches in economics, like international economics, monetary economics, financial economics, econometrics, statistical economics, mathematical economics, business economics, lot of branches, as there are branches in English, as branches in commerce, or some in Malayalam, So, in economics, there are a lot of branches. But the two important branches when you are studying about economics in the intermediate level is definitely the microeconomics and microeconomics. അത് നമ്മുടെ ഒരു ABCD നമുക്ക് പറയാൻ പറ്റും. അതിലെ ടൂളുകളുണ്ട്, കുറേ ഡയഗ്രാം, ഡിമാൻഡ് കർവ്, സപ്ലൈ കർവ്, പിന്നെ അങ്ങനെ കുറേ ഇക്വേഷൻസ്, ഇതെല്ലാം ഉപയോഗിച്ചാൽ ഇനിയുള്ള മറ്റ് ബ്രാഞ്ചസിലേക്കെല്ലാം നമ്മൾ പഠിക്കേണ്ടത്. അതുകൊണ്ടാണ് മൈക്രോ എക്കണോമിക്സും ഏറ്റവും പ്രധാനപ്പെട്ട ബ്രാഞ്ച് എത്തിയത്. സോ ഫ്രം our examination point of view, understand that these two are the important branches of economics. The two major branches of economics, both have their own areas of focus and methodology. The method in which you study a subject. ഓക്കെ, ഇപ്പം നമുക്കിപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ഭയങ്കര മിടുക്കരാം. ചിലപ്പം ഇപ്പോൾ കൊമേഴ്സ് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ എനിക്ക് അക്കൗണ്ടിങ് ഭയങ്കര എളുപ്പമാണ്. ഇപ്പം പല കുട്ടികൾക്ക് അക്കൗണ്ടിങ് എളുപ്പമല്ലായിരിക്കും. അതിങ്ങനെ ചിലർ പറയും എനിക്ക് ടാക്സ് ഭയങ്കര എളുപ്പമാണ്. ഇപ്പോൾ ദർ ആർ ടു ഇമ്പോർട്ടൻറ്റ് ബ്രാഞ്ചസ് ഇൻ കൊമേഴ്സ്, അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷൻ. സോ അത് നമ്മളെങ്ങനെയാണ് അങ്ങനെ വ്യത്യാസം, നമുക്കൊരു ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. ചിലർക്ക് കമ്പ്യൂട്ടേഷൻ സ്കില്ല് ഭയങ്കര കൂടുതലാണ്. അത് ജനിച്ചപ്പോൾ ഉണ്ടായതൊന്നുമല്ല, അത് നമുക്ക് അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നു കേട്ടോ. പല ആൾക്കാരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ യൂട്യൂബിലൊക്കെ ഞാനിങ്ങനെ അന്വേഷിച്ച് നോക്കും, പലരായിട്ടും ഭയങ്കര കഴിവുള്ള ആൾക്കാരൊക്കെ ആ കഴിവ് എങ്ങനെ കിട്ടിയെന്ന് അറിയാൻ വേണ്ടി ഞാൻ അവരുടെ യൂട്യൂബ് വീഡിയോ ഒക്കെ നോക്കും. അപ്പോൾ അവർ പറയും എനിക്ക് കിട്ടിയ കഴിവിൽ ചിലത് കുറച്ച് മാത്രം എനിക്ക് ജനിച്ചപ്പോൾ ഉള്ളായിരുന്നു, ബാക്കിയുള്ളതൊക്കെ ഞാൻ നേടിയെടുത്താന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ കമ്പ്യൂട്ടേഷൻ സ്കിൽ ഈസ് എ സ്കിൽ യു ക്യാൻ ഡെവലപ്പ് because of one or other reason or some major breakthrough in the past. You became a master in computation, so you developed that skill. For other people, that turning point or breakthrough was not occurred. So our domain or skill in some other areas. ചിലർക്ക് ലിംഗ്വിസ്റ്റിക് സ്കില്ലായിരിക്കും ഭയങ്കര കൂടുതൽ. ശരിയല്ലേ? ഭാഷ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് 12 ഭാഷയൊക്കെ പഠിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. ശരിയല്ലേ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച് ജർമ്മീയ ബന്ധാം എന്ന് പറയുന്ന ഇംഗ്ലീഷുകാരനെ കുറിച്ച് പഠിച്ചു കേട്ടോ. ഈ ബന്ധാമിനെ കുറിച്ച് പഠിക്കേണ്ട ആവശ്യം നമുക്കില്ല. പക്ഷേ ജർമ്മീയ ബന്ധാം ഒരു ഭയങ്കര മിടുക്കനായിരുന്നു. അദ്ദേഹം ഭയങ്കര ഈ വെസ്റ്റേൺ കൾച്ചറിലെ ഫിലോസഫി, മനുഷ്യൻ്റെ സമൂഹത്തിൻ്റെ അപ്രോച്ച് ഡെവലപ്പ് ചെയ്ത പ്രധാനപ്പെട്ട വ്യക്തികളിലൊന്ന് ജർമ്മീയ ബന്ധാം. അദ്ദേഹം 6-7 വയസ്സിൽ ലാറ്റിൻ പഠിച്ചു, വേറൊരു ഭാഷയും കൂടെ പഠിച്ചെന്നാണ് പറയുന്നത്. ഭയങ്കര മിടുക്കനായ, ഇപ്പോൾ ലാംഗ്വേജ് പഠിച്ച് വേറെയുള്ള ഭാഷകൾ പഠിച്ച് പിന്നെ അദ്ദേഹം ഭയങ്കര വലിയ ആളായി തീർന്നു, വക്കീലായിരുന്നു ജർമ്മീയ ബന്ധാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ പഠിക്കുമ്പോഴേ നമ്മൾ ചിലർക്ക് ഭയങ്കര ലിംഗ്വിസ്റ്റിക് സ്കില്ലാണെന്ന് മനസ്സിലാക്കും. സ്കിൽ ഡിഫേഴ്സ്. സോ ഹിയർ there is a different skill or skill set or methodology to understand both microeconomics and macroeconomics. Okay, so the subject matter or both subject differs in their focus, which topic they consider or which topics they what we can teach, like that. So similarly methodology also differs, the study of the topics. Basically microeconomics is the study of the individual or small entities in the economy. So that is the primary thing we can refer about or explain about microeconomics. Microeconomics deals with the individual or small entities which
which are the small entities? Small entities like we can say firms. Small entities like what we can say the rural agricultural market. Okay, agricultural market. നമ്മുടെ കൂത്താട്ടുകുളത്ത് ഒരു മാർക്കറ്റ് ഉണ്ടോ, ഞാൻ ചുമ്മാ അവിടെ പോയി നോക്കി നിൽക്കും. അവിടെ ഇങ്ങനെ നിങ്ങൾ കണ്ടിട്ട് കാണില്ലായിരിക്കും, അവിടെ ഒരു ചൊവ്വാഴ്ച അല്ലേ, അവിടെ 9 മണിക്ക് തൊട്ട് അഗ്രികൾച്ചർ കമ്മ്യൂണിറ്റിയുടെ ലേലമുണ്ട്. ചുമ്മാ അവിടെ പോയി നിൽക്കും കേട്ടോ. അവിടെ വെറും സാധാരണക്കാരും പാവപ്പെട്ടവരുമാണ് പോയി നിൽക്കുന്നത്. അപ്പോൾ നമ്മളവിടെ പോയി നിൽക്കുമ്പോൾ അവിടെ പോയി നിൽക്കുന്ന ആൾക്കാരൊക്കെ എല്ലാവർക്കും ഒരു പുച്ഛത്തോടെയൊക്കെ കാണുന്നത്. അത് സാരമൊന്നുമില്ല. അവിടെ പോയി ഞാൻ നോക്കുമ്പോൾ അവിടെ ആൾക്കാരിങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും. കോതമംഗലത്ത് നിന്ന് വരെ പ്രൊഡക്റ്റ് വരുന്നുണ്ട്. കോതമംഗലത്തിനപ്പുറത്ത് ഏതോ വനപ്രദേശത്ത് നിന്ന് വരുന്നുണ്ടെന്ന് അവിടെ നിന്ന് ഒരു ഏട്ടൻ എന്ന് പറയും. അപ്പോൾ അവിടെ ഇങ്ങനെ രാവിലെ ലേലം തുടങ്ങി കഴിഞ്ഞാൽ വൈകുന്നേരം ലേലം തീരുള്ളൂ. ദാറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ കേസ് സ്റ്റഡി അബൌട്ട് എ മാർക്കറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് us. നമ്മൾ റിയലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടുത്തെ. അപ്പോൾ എപ്പോഴാണ് ആ പ്രൊഡക്റ്റ് വരുന്നത്? തലേദിവസം മൺഡേ ഈവനിങ്ങിൽ തൊട്ട് പ്രൊഡക്റ്റ് വരാൻ തുടങ്ങും. എവിടുന്നാണ് വരുന്നത്? കോതമംഗലത്ത് നിന്നോട്ട് മുത്താലൂർ അങ്ങനെയുള്ള ഇത്തിരി ഏരിയയിൽ നിന്ന് ഈ പ്രൊഡക്റ്റ് വരും. അപ്പോൾ എനിക്ക് ഈ മാർക്കറ്റ് ഭയങ്കര ക്യൂരിയസ് സ്റ്റഡി ആയിട്ടോ. കാരണം കൂത്താട്ടുകുളം, ഞാനൊക്കെ ചെറുപ്പത്തിൽ ഇവിടെ കേട്ടിട്ടുണ്ട്, കൂത്താട്ടുകുളം മാർക്കറ്റ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞങ്ങളിവിടെ അങ്ങനെ മാർക്കറ്റില്ല, എല്ലാം പൂട്ടിപ്പോയി. സോ ഓൺലി റിമൈനിങ് അഗ്രികൾച്ചർ മാർക്കറ്റ്, റൂറൽ മാർക്കറ്റ് ഇൻ അവർ ഏരിയ ഇസ് ദ കൂത്താട്ടുകുളം മാർക്കറ്റ്. സോ ഇറ്റ് ഈസ് പ്രാക്ടിക്കൽ വൺ. നമുക്ക് പഠിക്കാനുണ്ടെങ്കിൽ കൂത്താട്ടുകുളം മാർക്കറ്റിനെ ഒത്തിരി പോയി പഠിക്കാം. അവിടുത്തെ ലേലം, അവിടെ ലേലം ചെയ്യുന്ന ആൾ ഒരു വടിയൊക്കെ ഇങ്ങനെ കുത്തിപ്പിടിച്ച് അയാളിങ്ങനെ 3 പ്രാവശ്യം വില പറഞ്ഞ് ശരിക്കും എംപിരിക്കലായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു സംഭവമാണ് ഈ കൂത്താട്ടുകുളത്തെ സൊസൈറ്റിയുടെ മാർക്കറ്റ്. അപ്പോൾ അവിടെ ഇപ്പം സീസണിലാണെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ലേലം, അത്രയും ലേലം തീരുള്ളൂ. അപ്പോൾ നമുക്ക് ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെ കാണാൻ പറ്റും. സോ നമ്മൾ പറയുന്നത് അറിയാം, അതൊരു മാർക്കറ്റാണ്, റൂറൽ മാർക്കറ്റാണ്. അത് നമ്മൾ എന്തിൻ്റെ കീഴിലാണ് പഠിക്കേണ്ടത്? വി സ്റ്റഡി അറ്റ് വാട്ട് മൈക്രോ എക്കണോമിക്സ്. Okay, so individual small entities in the economy. On the other hand, macroeconomics is study of entire economy. നമ്മുടെ ഇക്കോണമി മൊത്തം, നമ്മുടെ ഇന്ത്യയിലെ ഇക്കോണമി മൊത്തത്തെക്കുറിച്ചുള്ള സ്റ്റഡിയാണ് ഏത് മാക്രോ എക്കണോമിക്സ്. അല്ലെങ്കിൽ നമ്മുടെ വേൾഡ് ഇക്കോണമിയെക്കുറിച്ചുള്ള. ഇക്കോണമിയിൽ എന്തെല്ലാം സംഭവങ്ങളുണ്ട്? ഇക്കോണമിയിൽ GDP എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഉണ്ട്. ഇക്കോണമിയിലാണോ ഇൻഫ്ലേഷൻ? റൂറൽ മാർക്കറ്റിൽ മാത്രമല്ല ഇൻഫ്ലേഷൻ, ഇക്കോണമി മുഴുവൻ എംപ്ലോയ്മെൻ്റ് ഉണ്ട്, ശരിയല്ലേ? ഇക്കോണമി മുഴുവനും എന്തുണ്ട്? ബാങ്കിങ് സിസ്റ്റം ഉണ്ട്, അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്, ഇക്കോണമിയെ മുഴുവൻ ടച്ച് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് എൻ്റെ മൈക്രോ എക്കണോമിക്സ്. മനസ്സിലാക്കണേ, ഞാൻ ഡിലീറ്റ് ചെയ്തോട്ടെ. എന്നാൽ വേണ്ട, ഡിലീറ്റ് ചെയ്യാൻ പോകുന്നില്ല. നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും സ്ക്രീനിലൊക്കെ ഭയങ്കരമായിട്ട് ഷേക്ക് ചെയ്യാൻ തുടങ്ങും. പിന്നെ അന്നത്തെ ക്ലാസ് മോശം. നോക്കുക, ഒരു ടേബിളാട്ടോ, ഇത് ഞാൻ ഗൂഗിളിൽ നിന്ന് എടുത്ത് കോപ്പി അടിച്ച് ഇട്ടാൽ ടൈപ്പ് ചെയ്യാൻ സമയമില്ലാഞ്ഞിട്ട് പറ്റില്ല. അപ്പം മൊത്തത്തിൽ നമ്മുടെ ഓൺലൈൻ ക്ലാസ് ഭയങ്കര വർക്ക് ലോഡാണ്. ക്ലാസ്സിലെടുക്കുമായിരുന്നു, ഓഫ്ലൈൻ ആണെങ്കിൽ നമുക്ക് അത്രയും വർക്ക് ലോഡ് ഇല്ലായിരുന്നു. ഓൺലൈൻ ദൈവം ഭയങ്കര വർക്ക് ലോഡ് തന്നെ. മറ്റു ജോലികളും കൂടെ വരുമ്പോഴത്തേക്കും നമ്മുടെ പണി തീരും. അപ്പോൾ അതുകൊണ്ട് ഞാനിത് കോപ്പി അടി ഒരു ശീലമാക്കുന്നൊന്നുമില്ല. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഗൂഗിളിൽ നിന്ന് എടുത്തുകൊണ്ടിടും കണ്ടൻറ്റ്. ഗൂഗിളിൽ നിന്ന് എടുത്താന്ന് പറയാതിരിക്കാൻ പറ്റില്ല. കൊണ്ടോ ഇച്ചിരി ക്ലാരിറ്റി ഒക്കെ കുറവുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന എൻ്റെ വിശ്വാസം. ഞാൻ അടുത്ത ദിവസം ടൈപ്പ് ചെയ്തിട്ട് ഈ സംഭവമൊക്കെ ഒത്തിരി എന്താ പറയുക, ചിത്രങ്ങൾ ഇങ്ങനെ ജെപെഗ് ഇമേജിങ് തന്നിട്ടുണ്ട്. ടേബിൾ ജെപെഗ് ഇമേജായിട്ട് ഗൂഗിളിലിട്ടുണ്ട്. മൈക്രോ എക്കണോമിക്സ് മാക്രോ എക്കണോമിക്സ് തമ്മിലുള്ള വ്യത്യാസം പ്രതിപാദിക്കാൻ പല ടേബിളിലും കണ്ടൻറ്റ് ഇച്ചിരി ഡിഫറെൻറ്റാണ്. ഇത് ഇച്ചിരി അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കണ്ടൻറ്റായിട്ട് എടുത്തോട്ടോ. സോ ഇറ്റ് സ്റ്റഡീസ് ഡിഫറൻസ് ബിറ്റ്വീൻ മൈക്രോ എക്കണോമിക്സ് ആൻഡ് macroeconomics. This is macroeconomics if you cannot see clearly, and this is what we can say microeconomics. This subject studies about the individual units. Okay, now what is microeconomics? The first point is that it studies about the individual units. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഏതൊക്കെ യൂണിറ്റുകളുണ്ട്. നിങ്ങൾ പരീക്ഷയ്ക്ക് വരുമ്പം വസ്തുനിഷ്ഠപരമായി എഴുതണം കൃത്യമായിട്ട്. എന്തിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നു, ഏതൊക്കെയാണ് യൂണിറ്റുകൾ, ഇൻഡിവിജ്വൽ, ശരിയല്ലേ? 2 ഏതാണ് പറഞ്ഞ് ഫോംസ്. മൂന്നാമത്തെ മാർക്കറ്റ്സ്, ശരിയല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള യൂണിറ്റുകളെക്കുറിച്ച് പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഏത് മൈക്രോ എക്കണോമിക്സ്. ഒന്നാമത്തെ ഡിഫറൻസ് അത് തന്നെയാണ്. വേറെ ഒത്തിരി നമുക്ക് ഒരു 10-15 ഡിഫറൻസ് പറയാൻ പറ്റും. പക്ഷേ ഏറ്റവും പ്രധാന ഡിഫറൻസ് ഇതാണ്. ഇത് ഇൻഡിവിജ്വലിനെ കുറിച്ച് പഠിക്കും, മൈക്രോ. അതാണല്ലോ ഈ മൈക്രോ എന്ന് പറഞ്ഞ വാക്കിനർത്ഥം. മൈക്രോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏരിയ ഭയങ്കര വലുതായിരിക്കും. മൈക്രോ എന്ന് പറഞ്ഞാൽ ഇത്രയേ കാണുള്ളൂ, മനസ്സിലായല്ലോ? സോ ഇറ്റ് സ്റ്റഡീസ് അബൌട്ട് ദി ഹോൾ ഇക്കോണമി ഓർ ലാർജ് ഗ്രൂപ്പ്സ്. ഇക്കോണമിയെക്കുറിച്ച് മുഴുവനുള്ള പഠനം. ലാർജ് ഗ്രൂപ്പിനെ കുറിച്ച് പോലും പറയാൻ പറ്റില്ല. ആക്ച്വലി സ്റ്റഡീസ് അബൌട്ട് ദി ഹോൾ ഇക്കോണമി. Okay, and regarding microeconomics, there are certain laws, theories, concepts. Okay, so there are a lot of theories, concepts, etc. about what microeconomics. Laws related to marginal analysis are included in its scope. എഴുതിയ ആൾ അദ്ദേഹം പറഞ്ഞേക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടത് ഈ മാർജിനൽ അനാലിസിസ് പോലുള്ള സംഭവങ്ങളാണ്. പക്ഷെ ഞാനങ്ങനെയല്ല പറയുന്നത്. ലോസ് റിലേറ്റഡ് വിത്ത് ദ കൺസ്യൂമർ, ശരിയല്ലേ? പറഞ്ഞ തെറ്റൊന്നുമില്ലല്ലോ. കൺസ്യൂമറിൻ്റെ ഡിമാൻഡ്,
കൺസ്യൂമറിൻ്റെ ടേസ്റ്റ്, കൺസ്യൂമറിൻ്റെ പ്രിഫറൻസ്, കൺസ്യൂമറിൻ്റെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു കമ്മോഡിറ്റിയുടെ വില കുറയുമ്പോൾ അയാൾ എത്രമാത്രം അത് കൂടുതൽ മേടിക്കും. വില കുറയുന്ന സാധനങ്ങൾ കൂടുതൽ മേടിക്കാൻ കാത്തിരിക്കുന്നവരാണല്ലോ നമ്മൾ. വില കുറയുമ്പോൾ കൂടുതൽ മേടിച്ചു. വില കുറയുന്നതിനനുസരിച്ച് റെസ്പോൺസീവ്നെസ് കൂടി നമ്മുടെ ഡിമാൻഡ്, അല്ലെങ്കിൽ നമ്മുടെ ഡിമാൻഡ് ഇലാസ്റ്റിക് ആയിട്ട് വരും. Okay, so that is what we can say, the concept of elasticity, consumer, his choices, his tastes, his responses, etc. All those comes under what we can say microeconomics. നമ്മൾ നിയമങ്ങളെക്കുറിച്ച് പറയാം. ഏതൊക്കെ നിയമങ്ങളാണ് മൈക്രോ എക്കണോമിക്സ് വരുന്നത്? So laws related with the entire economy like national income, GDP setting, inflation, the response of money supply, etc. All those comes under what we can say microeconomics. Problems related to whole economy like employment. Okay, employment എൻ്റെ മാത്രം എംപ്ലോയ്മെൻ്റ് ആണോ? നമ്മുടെ മാത്രം എംപ്ലോയ്മെൻ്റ് ആണ്. ഇക്കോണമിയിലെ മുഴുവൻ എംപ്ലോയ്മെൻറ്റ്, അതിനെക്കുറിച്ചുള്ള പഠനം മൈക്രോ എക്കണോമിക്സ് വരും. പബ്ലിക് ഫിനാൻസ്, ഹൗ ദി ഗവൺമെൻറ് ഡിസൈൻസ് ഇറ്റ്സ് ബഡ്ജറ്റ്, ശരിയല്ലേ? അപ്പോൾ അതിനെ നമ്മൾ പബ്ലിക് ഫിനാൻസ് എന്ന് പറഞ്ഞൊരു മോഡ്യൂൾ പഠിച്ച് ഓർക്കുന്നുണ്ടോ? ബഡ്ജറ്റ്. ദെൻ നാഷണൽ ഇൻകം, ശരിയല്ലേ? എന്താണ് നമ്മളെപ്പോഴും ഇക്കണോമിക്സ് പറഞ്ഞാൽ ആദ്യം കേൾക്കുന്ന രണ്ട് വാക്കുകൾ, ഒന്ന് ഡിമാൻഡും സപ്ലൈയും, സപ്ലൈ ഞാൻ എഴുതിക്കോട്ടെ, സപ്ലൈയും, പിന്നെ അതിൻ്റെ കൂടെ GDP. ഇതൊക്കെ നിങ്ങളെപ്പോഴും GDP എന്ന് പറഞ്ഞ് സിവിൽ സർവീസ് പഠിക്കുന്ന പിള്ളേരുടെ ഏറ്റവും വലിയ കുഴപ്പവും ഫീച്ചറും അവർ ഓർക്കം ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. അവരെപ്പോഴും GDP എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. തുടങ്ങുന്ന GDP, അടുത്ത വർഷം പിന്നെ GDP, മൂന്നാമത്തെ വർഷം GDP. ആക്ച്വലി ഇക്കണോമിക്സ് ഇസ് നോട്ട് എ സബ്ജക്റ്റ് അബൌട്ട് ജസ്റ്റ് അബൌട്ട് GDP അല്ല പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ നമ്മൾ ആ സമയം എത്ര കളയും. GDP ഈസ് ടോട്ടൽ ഇൻകം ഇൻ ദ ഇക്കോണമി. ഓക്കെ, യു വൺസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്, റിലീവ് ഫ്രം ദാറ്റ് ടോപ്പിക് ആൻഡ് കോൺസെൻട്രേറ്റ് ടു അതർ ടോപ്പിക്സ്. ഓക്കെ, സോ നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ GDP തന്നെയാണ്. ശരിക്കും കൊമേഴ്സ് പഠിക്കുന്ന കുട്ടികൾക്കറിയാം, ദേ ആർ ഹാവിങ് ആൻ അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ്. ഇപ്പോൾ കൊമേഴ്സ് പഠിക്കുന്ന കുട്ടികൾ, ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ലാംഗ്വേജ് പഠിക്കുന്ന കുട്ടികളും ഒക്കെ വ്യത്യാസം അറിയാം. കൊമേഴ്സിൽ അക്കൗണ്ടിങ് ഭയങ്കര സ്ട്രോങ് ആണ്. അവിടെ ഒരു എൻട്രി അടുത്ത എൻട്രി നമ്മൾ വ്യത്യാസം എന്താണ്? ഞാനിവിടെയാണെങ്കിൽ IMFനെ കുറിച്ച് പഠിക്കും. IMFിന് ഒരു പ്രത്യേക കറൻസി ഉണ്ട്, സ്പെഷ്യൽ ഡ്രോയിങ് റൈസ് എന്ന് പറയും കേട്ടോ. അത് ഇഷ്യൂ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഡെവലപ്പിംഗ് കൺട്രീസ് എല്ലാം കൂടെ ഭയങ്കര കരച്ചിലാണ്. ഇഷ്യൂ ചെയ്യണമെന്ന് പറഞ്ഞാൽ അമേരിക്ക ഭയങ്കര ബഹളമാണ്. ഇഷ്യൂ ചെയ്തേ പറ്റുമെന്ന് പറഞ്ഞാൽ ചൈന ഭയങ്കര വരട്ട. അപ്പോൾ അതിൻ്റെ ഇച്ചിരി പൊളിറ്റിക്സ് എന്ന് എനിക്ക് തോന്നുന്നു. ഞാനിങ്ങനെ പഠിക്കാൻ പോയി. അപ്പോൾ അത് ബേസിക്കലി ഒരു അക്കൗണ്ടിങ് കോൺസെപ്റ്റാണ്. സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് ഇസ് എ കറൻസി. വെൻ യു ആർ ഇഷ്യൂയിങ് എ കറൻസി, ഇറ്റ് ഈസ് എ ലയബിലിറ്റി ഓഫ് യു. ഓക്കെ, ഇറ്റ്സ് യുവർ ലയബിലിറ്റി. സോ അറ്റ് ദി സെയിം ടൈം വുഡ് ലൈക്ക് ടു പ്രൊക്യൂർ സം അസറ്റ്സ്. ഇപ്പോൾ ഇത് കൊമേഴ്സുകാർ പഠിക്കും. അസറ്റ് ഉണ്ട്, ലയബിലിറ്റി ഉണ്ട്. നമുക്കൊരു അസറ്റ് ഉണ്ടെങ്കിൽ ലയബിലിറ്റി ഉണ്ടായിരിക്കും. നമ്മളൊരു ലയബിലിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ അസറ്റ്. ഇത് ബാലൻസ് ഷീറ്റ് മാനേജ്മെൻറ്റാണ്. അതിൻ്റെ അക്കൗണ്ടിങ് ഒക്കെ ഒത്തിരി വരുന്നുണ്ട്, ബാലൻസ് ഷീറ്റിൻ്റെ അക്കൗണ്ടിങ് ഒക്കെ. നമ്മൾ അതിലേക്കല്ല പോകുന്നത്. ഞാൻ പറഞ്ഞ എന്നാണെന്നറിയാമോ, ഈ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് GDP ഈസ് എ പാർട്ട് ഓഫ് ദാറ്റ്. പിന്നെ NNB, GNP, പിന്നെ അല്ലാതെ ഈ ഡിസ്പോസിബിൾ ഇൻകം, ഇങ്ങനെ 1, 2, 3, 4, 5 താഴോട്ട് വരും. നമ്മളിൽ ഒരെണ്ണമെങ്കിലും കണ്ടിട്ട് ഇതെന്താണെന്ന് വിചാരിക്കും. ഇതുമായിട്ടുള്ള കണക്ഷൻ ഏറ്റവും സാധനം നമ്മുടെ തലവേദനയായിട്ട് അവിടെ തന്നെ കിടക്കും, പുതിയ സബ്ജക്റ്റ് ഒന്നും പഠിക്കാതെ. അപ്പം ബേസിക്കലി GDP, വെൻ യു ലൈക്ക് ടു ഡെവലപ്പ് ബേസിക്സ് ഇൻ ഇക്കണോമിക്സ്, ഡോണ്ട് സ്പെൻഡ് ടു മച്ച് ടൈം ഇൻ GDP. Okay, so GDP is just an accounting concept to represent the total value of goods and services produced in the economy during a period of time. നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ഇന്ത്യയിൽ GDP 25% കൊണ്ട് ഇടിഞ്ഞു പോയി. ഭയങ്കരമായിട്ട് സംഭവമല്ലേ? ആലോചിച്ച് നോക്കൂ. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ കടയിലൊക്കെ പോകുമ്പോഴേ സാധനങ്ങളിലൊക്കെ എണ്ണം കുറയും. ഞാൻ ഈയിടെ ഒരു കടപ്പ് മീൻ മേടിക്കാൻ വേണ്ടി കടപ്പ കേട്ടോ. നേരത്തെ രണ്ടിങ്ങനെ 2 സ്റ്റോളായിട്ട് ഇങ്ങനെ വെച്ചേക്കുക. ഇവിടെ ഒരു സ്റ്റോള്, ഇവിടെ കുറേ മീൻ, ഇവിടെ കുറേ സ്റ്റോള്, ഇവിടെ പോകുന്നു. ഇപ്പോൾ ഈ സ്റ്റോളേ ഉള്ളൂ, ഇവിടെ ഒന്നുമില്ല, ഇവിടെ ശൂന്യമായിട്ട് വെച്ചേക്കുക. നേരത്തെ 3 ബംഗാളി ജോലി ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒരു ബംഗാളി ഉള്ളൂ. ബംഗാളി നമ്മളോട് വില പറയും, ബംഗാളി നമ്മൾ മീൻ മേടിച്ചുകൊണ്ട് പോകും, ബംഗാളി തന്നെ വെട്ടും, നമ്മൾ കാത്തിരിക്കണം. So our economy is changing. What happened to us? Because there is no production. We remain at home. There is no production. There is no employment. When there is no employment, there is no income. When there is no income, there will be less number of people to purchase particular commodities. അതാണ് നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. GDP കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം ഇതാണ്. 30%, 20% കൊണ്ട് GDP കുറഞ്ഞു. ലോകത്തിൽ GDP ഏറ്റവും അധികം കുറഞ്ഞ രാജ്യം നമ്മുടേതാണ്. അപ്പോൾ വേറെ യൂറോപ്പിലൊക്കെ കുറഞ്ഞു കേട്ടോ, ഒരു 10-15%. ചൈനയിലാണ് GDP 6% കണ്ടേ കുറഞ്ഞുള്ളൂ. അവർ പറയുന്ന 8% കണ്ട് പോകും, അല്ല സോറി 3-4% കണ്ട് കൂടിയെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളെ മൊത്തത്തിൽ നമ്മൾ ഈ കോൺസെപ്റ്റ് പഠിക്കുമ്പോഴേ, ഒരു സെക്കൻഡേ, ഓക്കെ. അപ്പോൾ നമ്മൾ ഈ കോൺസെപ്റ്റ് പഠിക്കുമ്പോഴേ നമുക്ക് കണക്റ്റഡായിട്ട് നമുക്ക് പഠിക്കാം. ഇത് അപ്ലൈഡായിട്ട് നമുക്ക് പഠിക്കാം. അപ്ലൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കോൺസെപ്റ്റുകൾ അപ്ലൈഡായിട്ട് പഠിക്കും. വെറും കോൺസെപ്റ്റായിട്ട് നമ്മുടെ മനസ്സിൽ നിൽക്കുമ്പം നമുക്ക് എപ്പോഴും കൺഫ്യൂഷനാണ്, ഹൗ ഇറ്റ് ബിക്കംസ് പ്രാക്ടിക്കൽ എന്ന്. അപ്പോൾ GDP എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയുടെ GDP കുറയുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥമല്ല, ഇൻകം ഒന്നും ഉണ്ടാകുന്നില്ല, തൊഴിലൊന്നും ഉണ്ടാകുന്നില്ല, ശരിയല്ലേ? അപ്പോൾ സാധനങ്ങളൊക്കെ വിറ്റ് പോകാതെ പോകും. അതിൻ്റെ പ്രായോഗിക വശങ്ങൾ കാണണമെങ്കിൽ നിങ്ങൾ മാർക്കറ്റിൽ പോയി അന്വേഷിച്ച് നോക്കിയാൽ മതി. പല കടകളും തുറക്കുന്നില്ല.
തുറക്കുന്ന കടകളിൽ തൊഴിലാളികളുടെ എണ്ണം കുറഞ്ഞു. ഇനി തുറക്കുന്ന കടകളിൽ നേരത്തെ 10 രൂപയുടെ സാധനം വിറ്റുമെങ്കിൽ ഒരു 2 രൂപയുടെ സാധനം വിൽക്കുന്നുള്ളൂ. ശരിയല്ലേ? ആളുകളിൽ വരുമാനമില്ല. നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും, നിങ്ങളുടെ തൊട്ടടുത്ത വീടുകളിലൊക്കെ ആൾക്കാരുടെ വരുമാനം കുറഞ്ഞു. സോ ഇതൊക്കെ GDP കുറഞ്ഞു എന്നുള്ള വാക്കിനർത്ഥം GDP. ഓക്കെ, സോ ദാറ്റ് ഇസ് എ കോൺസെപ്റ്റ് അബൌട്ട് GDP. വിൽ സ്റ്റഡി in detail about GDP and other accounting concepts in later classes. Okay, so നമ്മൾ പറഞ്ഞല്ലോ പബ്ലിക് ഫൈനാൻസ്, നാഷണൽ ഇൻകം ആൻഡ് all concepts included in macroeconomics. So which are concepts, laws, etc. law നിയമങ്ങൾ are included under both microeconomics and macroeconomics. The points number 2 says that. Then microeconomics provides the information related to the individual. Okay, about the individual, the price, how prices are determined. Okay, what happened when supply is increased, what happened when demand is decreased. Okay, such things will happen under the periphery of microeconomics. Individual consumption, നമ്മളൊരു കൺസ്യൂമറാണ് അല്ലേ? നമ്മൾ കൺസ്യൂമറായിട്ട് നമ്മൾ റെസ്പോൺസ് നമ്മളെങ്ങനെ റെസ്പോണ്ട് ചെയ്യും? ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചു കേട്ടോ. ഞാനൊരു പഠനം നടത്തിയിട്ട് ഞാനല്ല, നമ്മുടെ പിള്ളേരെ പ്രൊജക്റ്റ് ചെയ്തായിരുന്നു. ഈ സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ പോകുമ്പോഴേ, നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ എന്തുകൊണ്ടാണ് പോകുന്നത്? അല്ലെങ്കിൽ ഈ തുണിക്കടകളെക്കുറിച്ച് ഒരു പഠനം നോക്കിയോ? നിങ്ങൾ നാട്ടിലൊരു തുണിക്കടയിൽ ചെന്ന് കഴിഞ്ഞാൽ അത് അവിടെ സാധനം എടുത്ത് തരാൻ വേണ്ടി 2-3 ആളുകൾ. അപ്പോൾ അവരുടെ ആ ടേബിളിൻ്റെ പുറകെ ഇരിക്കും, തുണിയൊക്കെ അലമാരിൽ അങ്ങനെ ഇരിക്കും. നമ്മൾ ആ തുണി എടുത്ത് തരാൻ പറയും, നമ്മൾ പറഞ്ഞു ഒരു 5-8 തുണി എടുത്ത് കഴിയുമ്പോൾ നമ്മൾ തന്നെ മടുത്തു പോകും. ശരിയല്ലേ? അവരും മടുക്കും. ഏറ്റവും സാധനം ഏതെങ്കിലും ഇരിക്കട്ടെ എന്ന് പറയുന്നത് നമ്മളിങ്ങ് പോരും. ഇതാണ് നമ്മുടെ സാധാരണ കടയിലെ മാർക്കറ്റ്. കടയില പക്ഷെ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് ചെല്ലൂ, അവിടെ ആരും എടുത്ത് തരാനില്ല. ഒരു ടൈയൊക്കെ ഇട്ട് ഒരു അവിടെ കാണും. എവിടെ എന്താ വേണമെന്ന് വെച്ചാൽ നമ്മൾ അവിടെ കൊടുക്കും. അവിടെ ഇങ്ങനെ ഒരു കറങ്ങുന്ന ഒരു സംഭവത്തിൽ ഒത്തിരി ഷർട്ട് അവിടെ കാണും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം. നോബഡി വിൽ ടേക്ക് യു, അല്ലെങ്കിൽ ആരും നിങ്ങൾക്ക് ആ തുണി എടുത്ത് തരില്ല. നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ആർക്കെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തുണി സെലക്ട് ചെയ്യാതിരിക്കില്ല. ഇതാണ് സൂപ്പർ മാർക്കറ്റ്. വൈ പീപ്പിൾ ആർ ഗോയിങ് ടു ദി സൂപ്പർ മാർക്കറ്റ്? ബിക്കോസ് യു ക്യാൻ സെലക്ട് യുവർ സെൽഫ്. ദാറ്റ് ഇസ് എ ഫ്രീഡം. So there is a value in that freedom, you give a value to that freedom. That is why you are preferring what? Supermarket. Large number of products ആണെന്ന് മാത്രമല്ല, നമ്മളവിടെ പോയി എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിഷ്ടമുള്ള പ്രൊഡക്റ്റ് ഫ്രീഡത്തോടെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. മറ്റേ വേറെ ആൾ എടുത്തു തരണം. നമ്മളൊരു സാറിന് കട ചെന്ന് കഴിഞ്ഞാൽ തൂക്കിത്തരുന്ന ആൾ നമുക്ക് തൂക്കിത്തരും. എല്ലാ കാര്യങ്ങളും ഹിസ് കൺട്രോളിലായിരിക്കും. ഇവിടെ സെലക്ഷൻ നമ്മുടെ കൺട്രോളിലായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഫ്രീഡം അവിടെ കിട്ടുന്നുണ്ട്, സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. ശരിയല്ലേ? അതെല്ലാം കൺസ്യൂമർ പർച്ചേസും കൺസ്യൂമർ ഡിമാൻഡ് ആസ്പെക്റ്റുകളാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒത്തിരി പഠനങ്ങൾ നടന്നിട്ടുണ്ട്. നമ്മൾ വൈ പീപ്പിൾ പ്രിഫർ സൂപ്പർ മാർക്കറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ദ ലോക്കൽ മാർക്കറ്റ്? ബിക്കോസ് യു ഗെറ്റ് ലോട്ട് ഓഫ് ഫ്രീഡം. ഇതേ കാര്യങ്ങൾ ഓൺലൈനും നമുക്ക് നടക്കുന്നുണ്ട്. ശരിയല്ലേ? ഓൺലൈനിൽ നമ്മളെടുക്കുന്ന തുണിയുടെ ഡ്രസ്സിൻ്റെ കളറ് നമ്മൾ ആദ്യമേ ചുവപ്പായിട്ട് കാണും, ഇവിടെ ഒരു മെറൂൺ ആയിരിക്കും, അല്ലെങ്കിൽ റോസ് ആയിരിക്കും. അങ്ങനെ വ്യത്യാസം അവിടെ വരുന്നുണ്ട്. ഓക്കെ, സോ മൈക്രോ എക്കണോമിക്സ് പ്രൊവൈഡ്സ്. ഒരു സെക്കൻഡ്, ഞാൻ ഒരു ഫോൺ വന്നേ, ഞാൻ ഒന്ന് അറ്റൻഡ് ചെയ്തോട്ടെ. Okay, so we were discussing about the consumer demand, So all those comes under what we can say microeconomics. Microeconomics provides the information related to national income. National income, total output, total consumption in the economy, general price level. General price level എന്നൊരു സാധനം ഉണ്ട് കേട്ടോ. നമ്മുടെ മൊത്തത്തിൽ എല്ലാത്തിൻ്റെയും വില എന്താണ്, അതാണ് ജനറൽ പ്രൈസ് ലെവൽ. നമ്മളത് പറയുകയാണെങ്കിൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്നൊരു സാധനമുണ്ട്. നിങ്ങൾ കേട്ട് കാണും. CSO സെൻട്രൽ സ്റ്റാറ്റിക്കൽ ഓഫീസിൻ്റെയാണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. നമുക്കതിക്കുള്ളിൽ ഇപ്പോൾ നമുക്കിവിടെ പഠിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതിന് വില നിലവാരം എങ്ങനെയാണ്? ഒരു സാധനത്തിൻ്റെ സവാള മാത്രം വില നിലവാരം കൂടി ഇന്ത്യ എല്ലാം വില കൂടി കാണും. അങ്ങനെയല്ല. സവാള മാത്രമാണ് നമ്മൾ കഴിക്കുന്നത്. എന്തെല്ലാം സാധനങ്ങൾ നമ്മൾ കഴിക്കുന്ന എല്ലാ സാധനങ്ങളും വില കൂടി എന്ന് പറയണമെങ്കിൽ എല്ലാ സാധനങ്ങളും കൂടെ വില കൂട്ടിയെടുത്ത് അതിൻ്റെ ആവറേജ് വില എത്രമാത്രം കൂടിയെന്ന് കണ്ടെത്തണം. അതിന് പറയുന്നില്ല ജനറൽ പ്രൈസ് ഇൻഡെക്സ്. അങ്ങനെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഒരു ജനറൽ പ്രൈസ് ഇൻഡെക്സ്. അതിന് നമുക്ക് വില നിലവാരം കൂടിയോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. ജനറൽ പ്രൈസ് ലെവൽ കൂടിയോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ പറ്റും. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെ പഠിക്കും? മൈക്രോ എക്കണോമിക്സ് പഠിക്കും. ദെൻ മൈക്രോ എക്കണോമിക്സ് അനാലിസിസ് ഈസ് സിമ്പിൾ. അത് ഇദ്ദേഹത്തിൻ്റെ സ്വന്തം അഭിപ്രായം കേട്ടോ, ഞാൻ അത് പറയുന്നില്ല. സോ ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. മൈക്രോ എക്കണോമിക്സിൻ്റെ ചില സ്റ്റഡികളൊക്കെ നല്ല കോംപ്ലക്സ് ആണ്. മൈക്രോ എക്കണോമിക്സ് വെരി കോംപ്ലക്സ്. ദാറ്റ് ഇസ് റിയാലിറ്റി. നല്ല കോംപ്ലക്സ് ആണ്, ഭയങ്കര വാസ്റ്റാണ്. മൈക്രോ എക്കണോമിക്സ് കുറച്ച് ഏരിയസേ കവർ ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഒരു വ്യത്യാസമാണ് കൂടുതൽ. സിമ്പിൾ എന്നുള്ള ഞാൻ അങ്ങ് വെട്ടിക്കണം. സിമ്പിൾ എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, സോ മൈക്രോ എക്കണോമിക്സ് പർട്ടിക്കുലർലി ഫോക്കസ് ഓൺ പ്രൈസ് അനാലിസിസ്. അപ്പോൾ അതാണ് അതൊരു പ്രധാന പ്രൈസ് തിയറി എന്നായി മൈക്രോ എക്കണോമിക്സിലെ വേറൊരു പേര്. അങ്ങനെ എക്സാമിനർ ചോദിച്ചു കഴിഞ്ഞാൽ മറക്കരുത്. എന്താണ് പ്രൈസ് തിയറി? പ്രൈസ് തിയറി എന്ന് പറഞ്ഞാൽ മൈക്രോ എക്കണോമിക്സാണ്. കൺസ്യൂമറിൻ്റെ ഒക്കെ ഓരോ പ്രോഡക്റ്റിൻ്റെ പ്രൈസ്, അതെങ്ങനെ കൺസ്യൂമറിനെ സ്വാധീനിക്കുന്നു, എങ്ങനെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്നു, എങ്ങനെ ഫേംസ് അവരുടെ സ്ട്രാറ്റജി ഡിസൈൻ ചെയ്യുന്നു, ഇതെല്ലാം എവിടെ വരും? നമ്മുടെ മൈക്രോ എക്കണോമിക്സ് വരും. ഓക്കെ, മൈക്രോ എക്കണോമിക്സ് പർട്ടിക്കുലർലി ഫോക്കസ് ഓൺ ഇൻകം അനാലിസിസ്. ഇൻകം അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നാഷണൽ ഇൻകം.
Okay, national income. Microeconomics studies individual problems and it is less important for comparative study. Microeconomics studies the problems relating to the economy and its importance is growing. അപ്പോൾ ഇമ്പോർട്ടൻസ് ഭയങ്കര കൂടുതലാണ്. അത് ശരി കേട്ടോ. അപ്പം രണ്ടിനും അതിൻ്റേതായ പ്രത്യേകത അതിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ രണ്ടിനും പുതിയ പുതിയ തിയറികളും വരുന്നുണ്ട്. നമുക്കതുകൊണ്ട് ഒരിടത്ത് മാത്രമാണ് ഡെവലപ്മെൻറ്റ് എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ആ നോട്ട് സിമ്പിളായിട്ട് ഞാൻ ടേബിൾ എടുത്തിട്ട് കേട്ടോ ഞാനത് ഇച്ചിരി മോഡിഫൈ ചെയ്തിട്ട് യഥാർത്ഥത്തിൽ നിങ്ങളുടെ നോട്ടിൽ ആഡ് ചെയ്യാം. ഓക്കെ, സോ ഒന്നുകൂടെ റീഡ് മോഡിലിടാം. ഓക്കെ, സോ നൗ microeconomics is study of individual firms and markets. Understood? നമ്മൾ പറഞ്ഞാണല്ലോ it looks at issues such as consumer behavior, individual labor market and the theory of firms like perfect competition. നമുക്ക് പഠിക്കേണ്ട കാര്യമില്ല കേട്ടോ. നിങ്ങൾ രക്ഷപ്പെട്ടെന്ന് കൂട്ടിക്കേണ്ട മതി, അല്ലെങ്കിൽ ഒരു വലിയ ഏരിയയിൽ സമയം എടുത്ത് പോകാൻ. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മോണോപ്പൊളി where there is only one producer or seller, മോണോപ്പൊളി. ഓക്കെ, സോ പിന്നെ ഇപ്പം നമ്മൾ കാണുന്ന ഒളിഗോപ്പൊളി എന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷൻ അമംഗ് ദി ഫ്യൂ എന്ന് പറയുക. ഏഴാട്ട മാർക്കറ്റ് കാണും, ആ സെല്ലേഴ്സ് കാണും, ഒളിഗോപ്പൊളി. നമ്മുടെ ഫോൺ മാർക്കറ്റ്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഒളിഗോപ്പൊളിയില്ല. യഥാർത്ഥ ലോകത്തിലെ മിക്ക സംഭവങ്ങളിലെ മാർക്കറ്റ് ഭയങ്കര കോമ്പറ്റീഷനായിരിക്കും, ഭയങ്കര ഇൻറ്റൻസ് കോമ്പറ്റീഷനാണ്. ഫ്രീ ആയിട്ട് സാധനങ്ങൾ വരും, സാധനങ്ങളുടെ വില കൂട്ടും, വില കുറയ്ക്കും, പിന്നെ അഡ്വർടൈസിങ് വരും. നമ്മൾ സോപ്പെല്ലാം ഒരുപോലെ ഇരിക്കുന്നത് പല മണത്തിലായിരിക്കും, പല നിറത്തിലായിരിക്കും, പല ഷേപ്പിലായിരിക്കും, പല സാരങ്ങളായിരിക്കും അതിന് അഡ്വർടൈസിങ് വരുന്നത്. അതുകൊണ്ട് ഒളിഗോപ്പൊളിയിലെ കോമ്പറ്റീഷൻ ഭയങ്കര ഇൻറ്റൻസിറ്റി. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ശരിക്കും മത്സരം ഇല്ല, പേര് അങ്ങനെയാണെങ്കിൽ പോലും. Then microeconomics is a study of the whole economy. Micro. It looks at aggregate. അപ്പോൾ aggregate എന്നുള്ള വാക്ക് ഭയങ്കര പ്രധാനപ്പെട്ട നമ്മൾ എക്സാമിനെ സംബന്ധിച്ച് ഓർക്കണം. The word aggregate is very such as aggregate demand, national output and inflation, income distribution in the economy, money supply, international trade, etc. comes under the domain of microeconomics. അപ്പോൾ microeconomics എന്തെല്ലാം കാര്യങ്ങളുണ്ട്? ഇൻഫ്ലേഷനെ കുറിച്ചുള്ള പഠനം, നാഷണൽ ഔട്ട്പുട്ടിനെ കുറിച്ച് പഠനം, അഗ്രിഗേറ്റ് ഡിമാൻഡിനെ കുറിച്ചുള്ള പഠനം, ഇക്കോണമിയിൽ എങ്ങനെ ഇൻകം പാവപ്പെട്ട ആൾക്കാർക്ക് റിച്ച് ആൾക്കാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെ കുറിച്ച് പഠനം, മണി സപ്ലൈയെ കുറിച്ചുള്ള പഠനം, ഇൻ്റർനാഷണൽ ട്രേഡിനെ കുറിച്ചുള്ള പഠനം. ഇൻ്റർനാഷണൽ ട്രേഡ്, ഓക്കെ, ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ട്രേഡ്, അല്ലെങ്കിൽ ഇന്ത്യയും യുഎസും തമ്മിലുള്ള ട്രേഡ്, ഇന്ത്യ ഏതൊക്കെ ഡെവലപ്ഡ് രാജ്യങ്ങളായിട്ടാണോ ട്രേഡ് നടത്തുന്നത്, ഡെവലപ്പിംഗ് കൺട്രീസ്. സോ സച്ച് ഇഷ്യൂസ് കംസ് അണ്ടർ വാട്ട് മൈക്രോ എക്കണോമിക്സ്, ഇൻക്ലൂഡിങ് എക്സ്ചേഞ്ച് റേറ്റ് പോലും. അതെ, എക്സ്ചേഞ്ച് റേറ്റ് നമ്മൾ ഇൻ്റർനാഷണൽ ട്രേഡ് പഠിക്കുമെങ്കിൽ ഇന്റർനാഷണൽ സ്ട്രോങ് കണക്ഷൻ ബിറ്റ്വീൻ ഇൻ്റർനാഷണൽ ട്രേഡ് ആൻഡ് വാട്ട് വി ക്യാൻ സേ microeconomics. Okay, then scope and subject matter of microeconomics. Microeconomics studies about small units. Okay, അതിനൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല, പിന്നെ റിപ്പീറ്റേഷൻ. ദെൻ microeconomics studies about demand and supply conditions. ഇതുണ്ടോ ഡിമാൻഡ് കർവ് കേട്ടോ. ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു കർവ് നമ്മളോട് ഒരു കാര്യം പറയും. ഇത് ഇൻ്റർപ്രറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾക്കൊരു ഡയഗ്രാം ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന സ്കില്ല്. ഇപ്പം നിങ്ങൾ MBA ഒക്കെ എൻട്രൻസ് എടുക്കുകയാണെങ്കിൽ ഡയഗ്രാം ഇൻ്റർപ്രറ്റ് ചെയ്യാൻ നമ്മളോട് പറയും. ഇതുണ്ടല്ലോ, ഇത് ഞാൻ ഇങ്ങനെ ഡയഗ്രാം വരയ്ക്കുക. ഈ ഡയഗ്രത്തിൻ്റെ അകത്തുണ്ടല്ലോ, ഇവിടെ നമ്മൾ പ്രൈസാണ് രേഖപ്പെടുത്തുന്നത്. എന്താണ് ഒരു സാധനത്തിൻ്റെ വില, ഇത് എത്രമാത്രം ക്വാണ്ടിറ്റി നമ്മൾ മേടിക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ ഉദാഹരണത്തിന് പ്രൈസ് 100 രൂപയാണെങ്കിൽ നിങ്ങൾ മേടിക്കുന്നത് 2 യൂണിറ്റ് ആയിരിക്കും. അപ്പോൾ 100ഉം 2ഉം കൂടെ ഇവിടെ കൂടുക 100 പ്രൈസും 2 യൂണിറ്റ് വൈകി കാണുന്ന 2 യൂണിറ്റും. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ 100ഉം 2ഉം കൂടെ ഇവിടെ ആക്സ് അതേസമയം നമ്മൾ പ്രൈസ് 2 രൂപയാണെങ്കിലോ പ്രൈസ് 5 രൂപയാണെങ്കിലോ നമ്മൾ വേണമെങ്കിൽ ഒരു 500 യൂണിറ്റ് മേടിക്കും. ശരിയല്ലേ? ഇതൊരു ട്രെൻഡല്ലേ? ഇതെല്ലാം കൂടെ കൂട്ടുമ്പോഴല്ലേ നമുക്ക് ഈ ലൈൻ കിട്ടുന്നത്. ഈ ലൈൻ നമ്മൾ ഡിമാൻഡ് കർവ് എന്ന് പേരിടുക. സോ ഡിമാൻഡ് കർവ് ഷോസ് വാട്ട് വി ക്യാൻ സേ ദ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി ആൻഡ് ഇറ്റ്സ് പ്രൈസ്. റിമെമ്പർ, ഇറ്റ്സ് പ്രൈസ്. അപ്പോൾ ഇതൊരു സിമ്പിൾ ഡയഗ്രം. ഈ ഡയഗ്രം എങ്ങനെയാണ് നമ്മളോടൊരു കാര്യം പറയുന്നത് എന്ന് നമുക്ക് ഒരു ഡയഗ്രത്തെ ഇൻ്റർപ്രറ്റ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. സോ വാട്ട് ഡിറ്റർമൈൻസ് ഡിമാൻഡ്? പ്രൈസ് ഡിറ്റർമൈൻസ് ഡിമാൻഡ്. ശരിയല്ലേ? സോ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എ കമ്മോഡിറ്റി ഡിപ്പെൻഡ്സ് അപ്പോൺ വാട്ട് ഇറ്റ്സ് പ്രൈസ് എന്നാണ് ഈ ലൈൻ നമ്മളോട് പറയുന്നത്. അതിൻ്റെ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഒരു ജസ്റ്റ് എക്സ്പ്ലനേഷനാണ്. ഫങ്ഷണൽ എന്ന് പറയും. ഫങ്ഷണൽ റിലേഷൻഷിപ്പാണ്. ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എ കമ്മോഡിറ്റി ഡിപ്പെൻഡ്സ് അപ്പോൺ പ്രൈസ്. ഫങ്ഷൻ എന്നുള്ളതാണ് എഫ് ഇട്ടിരിക്കുന്നത് കേട്ടോ. സോ ഇഫ് ഡിപ്പെൻഡ്സ് അപ്പോൺ വാട്ട് പ്രൈസ്, അതാണ് അതിൻ്റെ നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ചേഞ്ചസ് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ചസ് ഇൻ പ്രൈസ് വിൽ ബി ലെസ് ദാൻ 0. അത് നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. ഞാനിപ്പം പറഞ്ഞില്ല, ഡിമാൻഡ് കർവിൻ്റെ ഒരു ഷേപ്പാണ് പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ പ്രൈസ് ആകുമ്പം കുറച്ചേ മേടിക്കുള്ളൂ. മേടിക്കുന്നത് എത്ര കാര്യം ഇവിടെ ഇടപെടുന്നത്. ഇവിടെ 2, 8, 10 അങ്ങനെ 50, 100 നമ്മൾ എത്രയോ 500 ഇവിടെ 500 ഇവിടെ 100 വരെയല്ല, ഇവിടെ 250 ആയിരിക്കും കേട്ടോ. നമുക്ക് ആ രീതിയിൽ ഇവിടെ സ്കെയിലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം, എക്സ്പ്രസ് ചെയ്യണം. അത് ഓട്ടെ, സിമ്പിൾ ഡയഗ്രം. ഇത് സിമ്പിൾ ഡയഗ്രാം ആണല്ലോ.
ഓക്കെ. സോ ഇവിടെ P1 Q1 എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ 5 100 ആ കണക്ക് ഇവിടെ പറയുന്നില്ല. സോ ദിസ് ഈസ് ദ ഡിമാൻഡ് കർവ്. ഡിമാൻഡ് കർവ് ഈസ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് അല്ലേ, എങ്ങനെയാണ് പറയാം, ഡൗൺവേർഡ് സ്ലോപ്പിംഗ്. സ്ലോപ്പിംഗ് എന്ന് പറഞ്ഞ് ചേരുമെന്ന് അതിനർത്ഥം. ഓക്കെ. അപ്പോൾ ഇങ്ങനെ കുറേ മാത്തമാറ്റിക്സൊക്കെ ഇക്കണോമിക്സ് പഠിക്കാനുണ്ട്, സ്ലോപ്പ്, അതിൻ്റെ ഇക്വേഷൻ, അതിനെക്കുറിച്ചൊന്നും നമ്മൾ പോകണ്ട. പക്ഷേ നമുക്കൊരു ഒരു 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 റീസണിങ് ടെസ്റ്റ് പാസ്സാകണമെങ്കിലേ നമ്മളിങ്ങനെയുള്ള കുറേ സ്കില്ല് നമ്മളെ ഇരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എ കമ്മോഡിറ്റി ഈസ് എ ഫങ്ഷൻ ഓഫ് വാട്ട്സ് ഇറ്റ്സ് പ്രൈസ്. ശരിയല്ലേ? പ്രൈസ് കൂടുന്നതനുസരിച്ച് നമ്മൾ ആ സാധനം കുറച്ച് മേടിക്കും, പ്രൈസ് കുറയുന്നതനുസരിച്ച് നമ്മൾ ആ സാധനം കൂടുതൽ മേടിക്കും. എന്താണ് ഇൻവേഴ്സ്ലി? സോ ബോത്ത് ആർ ഇൻവേഴ്സ്ലി റിലേറ്റഡ്. ഓർ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് and the price of that commodity are negatively related. എന്താ ഈ നെഗറ്റീവ്ലി റിലേറ്റഡ് എന്ന വാക്കിനർത്ഥം? അവിടെ ഏതാ നെഗറ്റീവ്? ഇത്രയേ ഉള്ളൂ. ഒരെണ്ണത്തിൻ്റെ പ്രൈസാണ്, പ്രൈസ് കുറയുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നത് കൂടും അല്ലേ? ഒന്ന് കുറയുന്നു, മറ്റൊന്ന് കൂടുന്നു. ഓക്കെ, അതാണ് നെഗറ്റീവ്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഒന്നിനോട് നെഗറ്റീവാണ് മറ്റൊന്ന് അതിനർത്ഥം. ഏതിനൊന്നെങ്കിലും നെഗറ്റീവ് വാല്യൂ ആണെന്നല്ല. മനസ്സിലായല്ലോ? സോ ദാറ്റ് ഈസ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കൂടുമ്പോൾ മറ്റതും കൂടും, അല്ലെങ്കിൽ ഒന്ന് കുറയുമ്പോൾ മറ്റതും കുറയും. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് ഇത് പോസിറ്റീവ് നെഗറ്റീവ് റിലേഷൻഷിപ്പ് നമ്മൾ പഠിക്കേണ്ടത്. പിടികിട്ടില്ലോ? അപ്പോൾ ഈ ഡയഗ്രാം കാണിക്കുന്നത് എന്താ? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. ഒന്നാമത്തെ ഫീച്ചർ അത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. ഡൗൺവേർഡ് സ്ലോപ്പിംഗ്. സംശയമുണ്ടോ? ഇല്ലല്ലോ. ഡൗൺവേർഡ് സ്ലോപ്പിംഗ് അല്ലേ? അതെ, താഴോട്ട് വരുമല്ലേ. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ചെരിയുന്നേ ഉള്ളൂ. രണ്ടാമത്തെ പ്രത്യേകത, there is negative relationship. Any diagram which has a downward sloping shape shows a negative relation between the two variables represented on the x-axis and y-axis. ഓക്കെ. സോ പിടികിട്ടില്ലോ? ഈ ഡിമാൻഡ് ഓർ ഇത്രയേ ഉള്ളൂ സംഭവം. ഇത് ഡിമാൻഡല്ല, ഇവിടെ വേറെ എന്തെങ്കിലും വരും. ഞാനിപ്പം പറയണം, ഞാൻ കളിയാക്കാൻ വേണ്ടി പറയല്ലോ, അവിടെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ മാർക്കും നമ്മുടെ ടൈം സ്പെൻഡ് ഓൺ സോഷ്യൽ മീഡിയയും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കും? കുട്ടികളെ കുറ്റപ്പെടുത്താൻ വേണ്ടിയില്ല, ഇത് അധ്യാപകർക്കും എല്ലാം ബാധകമാണ്, ഞങ്ങൾക്ക് മാർക്കില്ലെന്നേ ഉള്ളൂ. ഓക്കെ. സോ നമ്മുടെ എങ്ങനെയാണല്ലോ, നമ്മുടെ മാർക്കും അല്ലെങ്കിൽ നമ്മുടെ ചില കുട്ടികൾ PUBG തന്നെ നിൽക്കുന്നു. ഗെയിം ഉണ്ടായിരുന്നെങ്കിൽ ഞാനും അങ്ങനെ ഇപ്പോൾ നമ്മളാരും അതിന് വ്യത്യസ്തരല്ല. പക്ഷേ നമ്മളൊരു ചുമ്മാ ഒരു കേസ് സ്റ്റഡിക്ക് പറഞ്ഞു കേട്ടോ, നമ്മളിങ്ങനെ മാർക്ക് കൂടും എങ്ങനെ? സോഷ്യൽ മീഡിയയിൽ നമ്മൾ ചിലവാക്കിയ ടൈം കുറയുകയാണെങ്കിൽ. ഇത് ഇച്ചോടെ സിമ്പിളായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഉദാഹരണമുണ്ട്. ശരിയല്ലേ? സോഷ്യൽ മീഡിയ നമ്മൾ ടൈം കൂടുതൽ ചിലവാക്കുകയാണെങ്കിൽ, അല്ല അവിടെ തന്നെയാണെങ്കിൽ നമ്മുടെ മാർക്ക് എന്തായിരിക്കും? നമ്മുടെ മാർക്ക് ഇത്രയേ എഴുതാനുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയ ടൈം കുറവാണെങ്കിൽ നമ്മുടെ മാർക്ക്, ഇതൊരു നെഗറ്റീവ് റിലേഷൻഷിപ്പ് അല്ലേ, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഇല്ലേ? അതേ സംഭവങ്ങളവിടെ വർക്ക് ചെയ്യുന്നത്. ഇൻ ദി കേസ് ഓഫ് വാട്ട് വി ക്യാൻ സേ ഡിമാൻഡ് കർവ്. ഓക്കെ, സെക്കൻഡ് ഞാൻ ഡിലീറ്റ് ചെയ്തോട്ടെ. ഓക്കെ. അപ്പോൾ ഇതാണ് ഇനി നമ്മൾ ഡിമാൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി. ഇദ്ദേഹത്തിൻ്റെ തന്നെ പ്രയോഗം കേട്ടോ, ഞാൻ എടുത്തിട്ടുള്ളൂ. ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവും. DX എന്ന ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി. ഡിമാൻഡ് ഫോർ കമ്മോഡിറ്റി X ഡിപ്പെൻഡ്സ് ഓൺ ഹൗ മച്ച് വേരിയബിൾസ്. നിങ്ങൾക്ക് പറയാൻ പറ്റും ആ കമ്മോഡിറ്റി തന്നെ വില, പ്രൈസ് ഓഫ് X. ഡിമാൻഡ് ഫോർ X ഡിപ്പെൻഡ്സ് അപ്പോൺ പ്രൈസ് ഓഫ് ദാറ്റ് കമ്മോഡിറ്റി. ദെൻ യുവർ ഇൻകം. ദെൻ പ്രൈസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റീസ്. ഈ കമ്മോഡിറ്റി അല്ല വേറെ കമ്മോഡിറ്റി വില കൂടി കഴിഞ്ഞാൽ ഈ കമ്മോഡിറ്റി ആടി നമ്മൾ മറ്റേ കമ്മോഡിറ്റി വയ്ക്കും. നമ്മുടെ ടേസ്റ്റ് മനസ്സിലായല്ലോ. അതർ ഫാക്ടേഴ്സ് ലൈക്ക് വാട്ട് വി ക്യാൻ സേ ഓർ അസറ്റ്സ് or the total population, then disposable income, etc. So these variables, I don't know which are these variables, they are not that much important, so give include only what we can say limited number of variables. So this is very important. Price of the commodity you are going to purchase. Okay, demand for a commodity depends upon what we can say price of the commodity concerned. ശരിയല്ലേ? അങ്ങനെയാണ്. അപ്പോൾ അതാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മൾ ഈ എല്ലാ സാധനങ്ങളും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല. നമ്മൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി പറഞ്ഞു, പ്രൈസ് രേഖപ്പെടുത്തി. മനസ്സിലായല്ലോ? എല്ലാം പോയി. ഞാൻ ഇങ്ങോട്ട് മാറ്റി ഇടുക. DX ഈസ് എ ഫങ്ഷൻ ഓഫ് വാട്ട്? പ്രൈസ് ഓഫ് X. ഇത് മാത്രം, ഇതെല്ലാം വെട്ടിക്കളഞ്ഞു കേട്ടോ. ഒന്ന് ഡിലീറ്റ് ചെയ്തേ. ഡിലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇച്ചിരി ക്ലിയർ ആകാൻ വേണ്ടി. ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയാം, ശ്രദ്ധിക്കുക. ട്രീറ്റ്മെൻറ്റ്. ഓക്കെ. സോ ഡിമാൻഡ് ഫോർ കമ്മോഡിറ്റി X എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ഫോർ കമ്മോഡിറ്റി X ഇസ് എ ഫങ്ഷൻ ഓഫ് വാട്ട്? ഇറ്റ്സ് പ്രൈസ്. വാട്ട് ടൈപ്പ് ഓഫ് ഫങ്ഷൻ? നെഗറ്റീവ് ഫങ്ഷൻ. നെഗറ്റീവ് റിലേഷൻഷിപ്പ്. നെഗറ്റീവ് റിലേഷൻഷിപ്പ് അവിടെ ഉള്ളത് നമ്മൾ കണ്ടതാണ്. ഓക്കെ, ദാറ്റ് ഇസ് വാട്ട് ദി ഡയഗ്രാം ഷോസ്. അറ്റ് P പ്രൈസ് ദിസ് മച്ച് ക്വാണ്ടിറ്റി ഇസ് ബോട്ട്. അറ്റ് വെൻ ദി പ്രൈസ് ഇസ് കമ്മിങ് ഡൗൺ മോർ കമ്മോഡിറ്റി ഇസ് ബോട്ട്. ഇത്രയും കണ്ട് കമ്മോഡിറ്റി X കൂടുതൽ മേടിച്ച് നമ്മൾ. മനസ്സിലായല്ലോ? അപ്പോൾ പ്രീറ്റിയെന്ന് തോന്നുന്നു നിങ്ങൾക്ക്
ഇതൊന്നും ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാധനമല്ല. ഇങ്ങനെ കുറേ വേരിയബിൾസ് ഉണ്ട്. എൻ നമ്പർ ഓഫ് വേരിയബിൾസ് ആർ ദർ. ലോട്ട് ഓഫ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ഡിമാൻഡ് ഫോർ പർട്ടിക്കുലർ കമ്മോഡിറ്റി. നോട്ട് ജസ്റ്റ് ഇറ്റ്സ് ഓൺ പ്രൈസ് ബട്ട് ഓൺ our preference, our income, price of commodity, all such things are given here. Okay, so this is the demand function. What we can say? Demand function. Demand function or a function explains the relationship between one variable and other variables, one factor and other variables. This is one factor, these are other variables. This one variable, this another variables, other set of variables, and that is the function. ഈ ഓരോന്നും എങ്ങനെ ബന്ധപ്പെട്ട് പോസിറ്റീവ് നെഗറ്റീവ് ആണ് ഒന്നും അവിടെ പറയുന്നില്ല. ഫോർ ദി ടൈമിംഗ് നമ്മളത് പറയുന്നില്ല. ഇതിനെല്ലാം ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് ഡിമാൻഡ് ഓർ ഓർഡർ നമ്മൾ പഠിച്ചത്. ദെൻ മൈക്രോ എക്കണോമിക് സ്റ്റഡീസ് അബൌട്ട് റിസോഴ്സ് അലൊക്കേഷൻ പ്രോബ്ലംസ്. അതും കൂടെ പറഞ്ഞിട്ട് നിങ്ങളുടെ ക്ഷമ ഞാൻ പരിശോധിക്കുന്നില്ല. ഇപ്പം ജസ്റ്റ് അത് പറഞ്ഞുതരാം. The producer may have different options to produce his output depending upon the market production environment. The production possibility card shows the decision task in front of the producer regarding the resource allocation. അപ്പോൾ അതുപോലെ നമ്മൾ ഇവിടെ കൊണ്ട് ക്ലാസ് എടുക്കാം. കാരണം ഇതുണ്ടല്ലോ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കാർഡ് എന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് ടോപ്പിക്ക് ഇവിടെ കിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ അതിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ തന്നെ നമുക്ക് ആവശ്യത്തിന് അത്യാവശ്യം പഠിക്കാം. കുറച്ച് ഏരിയ കവർ ചെയ്തുള്ളെങ്കിലും നമുക്ക് കുറച്ച് ടൈം ആയതുകൊണ്ട് നമുക്കിവിടെ നിർത്താം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് എടുക്കാം. ഓക്കെ, 1 സെക്കൻഡ് എന്നിട്ട് ഞാൻ ക്ലോസ് ചെയ്തോട്ടെ.